മേ കമൻ സർ? യെസ് കമിൻ. ഇരിക്കൂ. വേണ്ട സർ, ഞാൻ നിന്നോളാം. എത്രയായിരുന്നു ഈ ആഴ്ചത്തെ സെയിൽ? 70 എണ്ണം സർ. ഓ, അപ്പം 1400 രൂപ അല്ലേ? ഒരു മാസം കൂടിയ 5400 രൂപ. നീ ITI പഠിച്ചല്ലേ? അതെ സർ. ഞാനൊരു പുതിയ ഇലക്ട്രിക് കോൺട്രാക്ട് ഓഫീസ് ആരംഭിക്കുന്നുണ്ട്. അതിൽ സൂപ്പർവൈസറുടെ വേക്കൻസി ഉണ്ട്. 20,000 രൂപ ശമ്പളം. മൈഥിലിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ വേറെ ആളെ അന്വേഷിക്കുന്നില്ല. അതെ ഉണ്ട് സർ. ഓക്കെ, അപ്പൊ പറയുന്നൊക്കെ കേട്ട് നിന്നോളൂ. ഇപ്പൊ പൊയ്ക്കോ. ഓക്കെ ഓക്കെ സർ. ഓ ആ, എന്തായിരുന്നു സാർ അകത്തേക്ക് വിളിപ്പിച്ചത്? അത് നമുക്ക് പോകുമ്പോ പറയാം. മുതലാളി ഒരു പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ സൂപ്പർവൈസറായി ജോലി ചെയ്യാൻ പറ്റുമെന്നറിയാനാ എന്നെ അകത്തേക്ക് വിളിപ്പിച്ചത്. ഓ, മുതലാളിക്ക് നിന്നെ ശരിക്കും പിടിച്ചു പോയി. ആരാ? ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ, ഇത് കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടുകൂടി വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്. ഇവിടെ എല്ലാം CF അല്ല. സർ പ്ലീസ്, 2 എണ്ണെങ്കിലും എനിക്ക് എന്റെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ഇതിലുള്ളത് മൊത്തമായി എടുത്താ എനിക്കെന്ത് കിട്ടുന്ന? 1500 രൂപ കിട്ടും സർ. അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കെന്ത് കിട്ടും? സാറിന് എന്ത് വേണം? എനിക്ക് ഈ ലൈറ്റ് അകത്ത് കൊണ്ടുപോയി എൻ്റെ ബെഡ്റൂമിൽ ഒന്ന് പിടിപ്പിച്ചു തരണം. എന്തേ പറ്റുമോ? അത് ആരെങ്കിലും കാണില്ലേ സർ? ഏയ്, ഇവിടെ ഒന്നും ആരുമില്ല. ഫോൺ നമ്പർ തന്നില്ല. സ്ഥലം എനിക്കറിയാലോ. കച്ചവടം കുറയുമ്പോ ഞാൻ വന്നോളാം. ഓക്കെ. അല്ല, നീ ഒന്നും വിറ്റില്ലേ? 25 വീട് കയറിയിട്ട് 2 ബൾബ് വിറ്റു. ഭയങ്കര ക്ഷീണം. ഈ വീട് കണ്ടപ്പോ ഇതുപോലൊരെണ്ണം വെക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് വീട് നോക്കി നിന്നെയും കാത്തിരിക്കായിരുന്നു. ആ, നീ മുഴുവനും വിറ്റോ? ഞാൻ മുഴുവനും വിറ്റു. എങ്ങനെ? വാ, നമുക്ക് നടന്നോണ്ട് പറയാം. ഒരാൾ അയാളുടെ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ട് കൊടുത്ത മുഴുവൻ എടുത്തോളാന്ന് പറഞ്ഞു. ഞാനതങ്ങ് ഇട്ട് കൊടുത്തു. കിടന്നു കൊടുത്തു എന്ന് പറ. അതെ, അത് തന്നെ. കാക്കയുടെ വിശപ്പ് മാറി, പശുവിന്റെ കടിയും തീർന്നു. അഡീഷണൽ ആയിട്ട് ഒരു 1500 രൂപയും കിട്ടി. പൈസ കിട്ടിയെന്നാ പുളിക്കോ? ഓ, കിടന്നു കൊടുക്കുന്നോണ്ട് നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ നീ ചെയ്തത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ ഈ 1.25 കാശിന് വേണ്ടി. എന്താ പറഞ്ഞേ? ദേ, എന്റെ കാര്യം തന്നെ എടുക്ക്. അമ്മയുടെ ഓപ്പറേഷൻ, ചെറിയൊരു വീട്, എന്റെ കല്യാണം, എല്ലാത്തിനും കൂടി ഒരു 25 ലക്ഷം രൂപ വേണം. അത് കിട്ടുമെങ്കിൽ നീ പറഞ്ഞ പണി ഞാൻ ചെയ്തേനെ. 25 ലക്ഷം രൂപയോ? അതിന് നീ സിനിമാ നടി വല്ലതുമാണോ? സിനിമാ നടികൾക്ക് ഇത്രയൊക്കെ കിട്ടുന്നു കേട്ടിട്ടുണ്ട്. എന്തായാലും നിന്റെ കച്ചവട രഹസ്യം എന്നോട് പറഞ്ഞിരിക്കട്ടെ, വേറൊരു മനുഷ്യനോട് പറഞ്ഞു പോകരുത്. വാ പോകാം. ഇങ്ങനെ എങ്ങനെയാണ് എന്റെ അമ്മായിയമ്മെങ്കിൽ ഞാൻ വല്ല പാഷാണോ കലക്കി കൊടുത്തേനെ. ഒന്ന് പോടിയോട്. വിഷമിക്കേണ്ടടി, അവര് സീരിയല് കാണുന്നവരാ. നീ കൊടുക്കണേന് മുന്നേ അവര് നിനക്ക് വിഷം കലക്കി തന്ന് നിന്നെ കൊല്ലും. എന്താടേ ആകെ തടിച്ച് കൊഴുത്തിട്ടുണ്ടല്ലോ. വിവേകായിട്ടുള്ള പെണക്കൊക്കെ മാറി ബോഡി മസാജ് തുടങ്ങിയോ? അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. എന്ത് കഴിച്ചാലും എന്റെ ശരീരത്ത് പിടിക്കും. അല്ലാതെ നിന്നെ പോലെയല്ല. ഉണ്ടാക്കുന്ന കാശ് മുഴുവനെ ആയുർവേദ കമ്പനിക്ക് കൊടുക്കാന്നല്ലാതെ വേറെന്ത് ഗുണം? എടേ, ഈ റൂമിലാണോ ലത്തീഫ് പറ നമ്പൂരി ആത്മഹത്യ ചെയ്തത്? ആ മരിച്ചുപോയ നമ്പൂതിരിയോ? അതെ, നമ്പൂരി ആത്മഹത്യ ചെയ്തത് ഇവിടെയാ. ഉച്ചാടനം ചെയ്തിട്ട് പോവാഞ്ഞിട്ട് നമ്മുടെ സാറിന് കൊടുത്തതാന്നാ പറഞ്ഞു കേട്ടത്.
ജനലിന്റെ അടുത്ത് ആരോ എവിടെ ഇവിടെ അവിടെ എന്ത് കണ്ടെന്നാ? നീ ഒറ്റയെടുത്ത് ഇതിനൊക്കെ കാരണം ഒരു പണി കൊടുക്കല്. ഓരോന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടിപ്പോ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഉറക്കം പോയി. നീ കിടക്ക് കിടക്ക്. കിടന്നോ. ആരായി രാത്രി മനുഷ്യന്റെ ഉറക്കവും കളയാൻ വേണ്ടി? വന്നോളൂ ഓരോന്നും. എന്താ നിങ്ങളായിരുന്നോ? ഏയ് അതൊന്നുമില്ല, അവളൊരു പാറ്റയെ കണ്ട് പേടിച്ചതാ. ഓ അത്ര ഉള്ളോ? ഞാൻ വിചാരിച്ചു നിങ്ങളിൽ ആരെങ്കിലും ആത്മഹത്യയായിരിക്കും. ഓ പാറ്റയുടെ ഒരു സമയം വാടകേ. ഇവർക്ക് അതിനെ മാത്രമേ പേടിയുള്ളൂ. മൈഥിലി പ്ലീസ് കം. യെസ് സർ. മൈഥിലി എനിക്ക് ഹെൽപ്പ് ചെയ്യണം. പറയൂ സർ. 20 ലൈറ്റ് ഒരു ബംഗ്ലാവിൽ എത്തിക്കണം. മാത്രമല്ല അതൊന്ന് ഇട്ടുകൊടുക്കുകയും വേണം. ഇന്ന് ലത്തീഫ് ലീവാ. ഇട്ടുകൊടുക്കുന്നതിന് സർവീസ് ചാർജ് എക്സ്ട്രാ കിട്ടും. സർ ഇപ്പൊ തന്നെ ഞാൻ താമസിച്ചു പോയി. ഇന്നിനി ഡോ താനും ശ്രമിച്ചാൽ 10,000 രൂപ കിട്ടും. ഈ ലൈറ്റ് ഇട്ട് തീരാനെങ്ങാനും താമസിച്ചാൽ താനൊരു ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോ. അതിന്റെ പൈസ ഞാൻ വേറെ തരാം. സർ ഓഫീസിലെ സ്കൂട്ടർ തന്നു വിട്ടാ മതി. ഓ മൈഥിലി സ്കൂട്ടർ ഓടിക്കാൻ അറിയോ? അറിയാം സർ, പക്ഷേ ലൈസൻസ് ഇല്ല. അത് കുഴപ്പമില്ല. സ്കൂട്ടർ കൊണ്ടുപോയിക്കോ. ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് നാളെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ശരി സർ. മാറ്റമുള്ള കാലം സൂക്ഷിച്ചു പോണം. ആ ശരിക്കാ. ഭാഗ്യം.
ആ